അപ്പോൾ നമ്മുടെ ഷോർട്സിൽ എന്നും നമ്മൾ ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെയല്ലേ കാണിക്കാറ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പരിപാടികൾ അങ്ങ് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഒരു 6-7 മാസം ആയിട്ടുണ്ടാവേ. കാരണം എന്തെന്ന് വെച്ചാൽ മക്കൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല കേട്ടോ. ഉപ്പുമാവ്, ഇടിയപ്പം, പുട്ട് ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഈ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇഷ്ടം. ഈ ദോശ, ഇഡ്ഡലി ഇതൊക്കെയാണ് കേട്ടോ അവർക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇന്ന് ഇത് ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഞങ്ങൾക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മക്കൾ കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അത് ഉണ്ടാക്കാത്തത്. പിന്നെ ഇതാ തേങ്ങയൊക്കെ അമ്മ ഇതാ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവിനുള്ള കുറച്ച് സവോളയും പിന്നെ ഇഞ്ചിയും പിന്നെ കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ അതിലോട്ട് ഉഴുന്നം പരിപ്പില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഉഴുന്ന് ഇട്ട് കൊടുത്താൽ. പിന്നെ അതൊന്ന് മൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ കരിഞ്ഞു പോകരുത് കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് വെജിറ്റബിൾസ് ഒന്നും ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ എന്തിനാണ് അവരെ മുഷിപ്പിക്കണേന്ന് കരുതി. മക്കൾക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലല്ലോ. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അവരെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ആ ഒരു പച്ചമുളകും പിന്നെ സവോളയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് മോൻ വന്ന് എത്തി നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ ഓടിയതാണ്. പിന്നെ ഇതാ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ കൊത്തുകൊണ്ട് തേങ്ങാപ്പാലും ഉണ്ട്. പിന്നെ അതൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ നമ്മുടെ മാവില്ലേ, റവ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വേകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ കുറേ മാസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആക്കി എടുത്തെന്ന് മാത്രം കേട്ടോ. അമ്മയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കി എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പുമാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. കണ്ടോ, മോന് തിന്നാൻ കൊടുത്തിട്ട് അവൻ ഫുള്ളും കഴിച്ചില്ല കേട്ടോ. ബാക്കി ഇട്ടിട്ട് പോയാണ്. കുറച്ച് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അവനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടിട്ട് പോയാണ് കേട്ടോ. പിന്നെ അങ്ങനെ മക്കൾക്ക് കൊടുത്തപ്പോൾ അവർ നുള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നോടുള്ള ദേഷ്യമാണ് കേട്ടോ അവരെ മുഖത്ത്, കാരണം ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തതിന്. പിന്നെ ഇതാ നമ്മുടെ മിന്നുണ്ട്. മിന്നു കൂടൊക്കെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ്. ഇനിയാണ് കൂടൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എന്നെടുത്തിരിക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് ചാടി വരും കേട്ടോ. ഞാനാണ് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് എൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അങ്ങനെ മക്കൾ വിളിച്ചപ്പോൾ പോലും അവരുടെ കയ്യിൽ പോകുന്നില്ല, എൻ്റെ കയ്യിൽ ഇങ്ങനെ കടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹം കൊണ്ട് കടിക്കുന്നതാണ്, അത് വേദനിക്കൊന്നുമില്ല. പിന്നെ എൻ്റെ തോളത്ത് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.